വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസീസസ് ആണ്. നമുക്കറിയാം അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസീസ് എന്ന് പറയുന്നത്, അല്ലേ? അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആവുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കാണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് റിവൈസ് ചെയ്താൽ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയാലോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡിസീസസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും ഇവിടെ? നമുക്കറിയാം വൈറൽ ഡിസീസസ് ഏതൊക്കെയാണ്, അല്ലെ? അല്ലെങ്കിൽ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസസ് ഏതൊക്കെയാണ്, അല്ലെ? ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെ? ഇനി ഈ ഡിസീസ് ഏത് ഏരിയയാണ് എഫക്ട് ചെയ്യുന്നത്, അല്ലെ? ഏത് ബോഡി പാർട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഏത് ബാക്ടീരിയ കാരണമാണ് അല്ലെങ്കിൽ ഏത് വൈറസ് കാരണമാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പോവാം. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യല്ലടാ. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് വൈറസ് ആണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ബാക്ടീരിയ ആൻഡ് വൈറസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങളോട് ശ്രദ്ധിക്കാം, എന്താണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാക്ടീരിയ ആൻഡ് വൈറസ്? നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വൈറസിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വൈറസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, വൈറസ് നമ്മുടെ ബോഡിക്ക് അകത്താണെങ്കിൽ, അല്ലെ, വൈറസ് നമ്മുടെ ബോഡിക്ക് അകത്താണെങ്കിൽ അത് എന്താണ്? ലിവിങ് ആണ്, അല്ലെ? അതായത് ഒരു ഹോസ്റ്റിന്റെ അകത്താണെങ്കിൽ വൈറസ് എന്താണ്? ലിവിങ് ആണ്, അല്ലെ? ഹോസ്റ്റിന് പുറത്താണെങ്കിലോ വൈറസ് എന്താണ്? നോൺ ലിവിങ് ആണ്. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. നിങ്ങളിവിടെ നോക്കുക. ഓക്കെ, നോൺ ലിവിങ് ബട്ട് ലിവിങ് ഇൻസൈഡ് ആ ഹോസ്റ്റ്, അല്ലെ? വൈറസ് ബേസിക്കലി അവരെങ്ങനെയാണ്? നോൺ ലിവിങ് ആണ്, അല്ലെ? അവരെപ്പോഴാണ് ലിവിങ് ആവുന്നത്? ലിവിങ് വെൻ ദേ ആർ ഇൻസൈഡ് ആ ഹോസ്റ്റ്, അല്ലെ? ഒരു ഹോസ്റ്റിനകത്താവുന്ന സമയത്താണ് അവരെന്താവുന്നത്? ലിവിങ് ആവുന്നത്. ഓക്കെ, പിന്നെന്താ നോക്കിയടാ? റിക്വയർസ് എ ലിവിങ് ഹോസ്റ്റ് ഓർ സെൽ ഫോർ ടു റീപ്രൊഡ്യൂസ്, അല്ലെ? ഒരു ലിവിങ് ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിവിങ് സെല്ല് വേണം അവർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നോക്കിയേ, കണ്ടേജിയസ്, അല്ലെ? കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സ്പ്രെഡ് ചെയ്യും, അല്ലേടാ? സ്പ്രെഡ് ചെയ്യും. യെസ്, സ്പ്രെഡ് ചെയ്യും. പിന്നെ നോക്കിയേ, ക്യാൻ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ബോഡി, അല്ലെ? ബോഡിയിൽ മൊത്തം, അല്ലെ? ബോഡിയിൽ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? വൈറസുകൾക്ക്, അല്ലെ? പിന്നെ എന്താ നോക്കിയേ, കനോട്ട് ബി ട്രീറ്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് നമുക്ക് വൈറസ് കാരണം വരുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ അവരെങ്ങനെയാണ്? ട്രൂ ലിവിങ് ഓർഗാനിസം ആണ്, അല്ലെ? അതായത് വൈറസിനെ പോലെ ഹോസ്റ്റിനകത്തായ ലിവിങ്, പുറത്തായ നോൺ ലിവിങ്, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല, അല്ലെ? ബാക്ടീരിയ എന്താണ്? ദേ ആർ ട്രൂ ലിവിങ് ഓർഗാനിസംസ് ആണ്, അല്ലെ? പിന്നെ എന്താണ്? ദേ ക്യാൻ റീപ്രൊഡ്യൂസ് ഇറ്റ് സെൽഫ് ആൻഡ് ഫാസ്റ്റർ, അല്ലെ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിയടാ, സം ടൈംസ് കണ്ടേജിയസ്, അല്ലെ? ചില സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത്? കണ്ടേജിയസ് അല്ലെങ്കിൽ സ്പ്രെഡിങ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ ഡിസീസസും സ്പ്രെഡ് ചെയ്യും എന്നല്ല പറയണത്. ചിലത് സ്പ്രെഡ് ചെയ്യും, ചിലത് സ്പ്രെഡ് ചെയ്യില്ല. ഓക്കെ, പിന്നെ നോക്കിയാൽ നിങ്ങൾ സ്റ്റേസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ ബോഡി, അല്ലെ? ബോഡിയുടെ ഒരു പാർട്ടിലായിരിക്കും അവർ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഓക്കെ, പിന്നെന്താ? ക്യാൻ ബി ട്രീറ്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ്. അവർ എന്ത് ചെയ്യാൻ പറ്റും? ആന്റിബയോട്ടിക്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ ബേസിക് നമ്മുടെ ബാക്ടീരിയയും അതുപോലെ തന്നെ വൈറസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ നമ്മളിപ്പോൾ പറഞ്ഞേ? ബാക്ടീരിയയുടെ കേസ് ആണെങ്കിൽ അവർ ട്രൂ ലിവിങ് ഓർഗാനിസംസ് ആണ്. വൈറസിന്റെ കേസ് ആണെങ്കിൽ എന്താണ്? അവര് പുറത്താണെങ്കിൽ നോൺ ലിവിങ്ങും ഹോസ്റ്റിനകത്താണെങ്കിൽ ലിവിങ്ങും ആണ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ഈ കാര്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി ഒരു ബാക്ടീരിയയും ഒരു വൈറസിന്റെയും വ്യത്യാസം നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഇവിടെ നോക്കണേടാ, ഇതാണ് ഒരു വൈറസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വൈറസിനകത്ത് ഏതാ ഉള്ളത്? RNA ആണുള്ളത്, അല്ലേ? പിന്നെന്താ? ഇതാണ് ഒരു ബാക്ടീരിയയുടെ ഫിഗർ. ബാക്ടീരിയയ്ക്ക് ഒരു ഫ്ലജെല്ലോ ഒക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിംഗർ ലൈക്സ് ആയിട്ട് എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ആർക്ക്? നമ്മുടെ ബാക്ടീരിയയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ സെൽ വോൾ, അല്ലെ? ബാക്ടീരിയയുടെ സെൽ വോൾ എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെല്ലിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കിയേ, എന്ത് വെച്ചിട്ടാണ് ബാക്ടീരിയയുടെ സെൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഈ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങളായിട്ട് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നോക്കിയേ,
പ്ലാസ്മിഡ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയോയിഡ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, റൈബോസോംസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ബാക്ടീരിയയിൽ ആരൊക്കെയുള്ള അല്ലെങ്കിൽ പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസംസിൽ പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ ആരൊക്കെയുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ആദ്യത്തെ സെല്ല് അല്ലെ, ആദ്യത്തെ സെല്ലിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ, ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ നോക്കിയേ? വൈറസും ബാക്ടീരിയയും അല്ലെ. വൈറസിന്റെയും ബാക്ടീരിയയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. വൈറസ് അല്ലെ, വൈറസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മോസ്റ്റ് അഡാപ്റ്റബിൾ ആൻഡ് വേഴ്സറ്റൈൽ മൈക്രോ ഓർഗാനിസം. എന്താണ്? നല്ല അഡാപ്റ്റബിളുമാണ്, അതുപോലെ തന്നെ വേഴ്സറ്റൈലുമാണ് അല്ലെ. വേഴ്സറ്റൈൽ ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ വേഴ്സറ്റൈൽ മൈക്രോ ഓർഗാനിസം ആണ് ആര്? നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസം കൂടിയാണ് ആര്? നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡസ് നോട്ട് ഫോളോ സെൽ തിയറി അല്ലെ. നമ്മൾ നോർമലി നമ്മൾ സെൽ തിയറി ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ സെൽ തിയറി ഫോളോ ചെയ്യാത്ത ഒരാളാണ് ആര്? വൈറസ് എന്ന് പറയുന്നത് അല്ലെ. വൈറസ് ഈ പറയുന്ന പോലെ സെൽ തിയറി പറയുന്ന പോലെയാണോ നടക്കുന്നത്? അല്ല അല്ലെ. ഇതുപോലെ അകത്ത് കയറിയാൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഹോസ്റ്റിന് അകത്ത് കയറിയാൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അകത്താണ് ലിവിങ് സ്റ്റേറ്റ് അല്ലെ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് വൈറസിന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? സെൽ തിയറി ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ നോക്കിയടാ, കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലെ. ലിവിങ് ആണോ എന്ന് ചോദിച്ചാൽ ലിവിങ് ആണ് അല്ലെ. നോൺ ലിവിങ് ആണോ എന്ന് ചോദിച്ചാൽ നോൺ ലിവിങ് ആണ് അല്ലെ. അപ്പോൾ ലിവിങ്ങിന്റെയും നോൺ ലിവിങ്ങിന്റെയും ഇടയിൽ വരുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ആര്? നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വൈറസിൽ എന്തുണ്ട്? ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അല്ലെങ്കിൽ RNA ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? നമ്മുടെ വൈറസുകളിൽ ഉണ്ട്. ഓക്കെ, വൈറസ് കിട്ടി. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയ എന്ന് പറയുന്നത് ഡിസ്കവേർഡ് ബൈ ല്യൂവൻഹുക്ക് ആണ് അല്ലെ. ല്യൂവൻഹുക്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കവർ ചെയ്യുന്നത്. എന്ത്? നമ്മുടെ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ബാക്ടീരിയ വാസ് ഡിസ്കവേർഡ് ബൈ ല്യൂവൻഹുക്ക്. അതുപോലെ തന്നെ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പ് ഓഫ് ബാക്ടീരിയ സെൽ ഇസ് ഗ്ലൈക്കോകാലിക്സ് അല്ലെ. നമുക്കറിയാം ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിൽ എന്തുണ്ട്? ഒരു സെൽ എൻവലപ്പ് ഉണ്ട് അല്ലെ. അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൈക്കോകാലിക്സ് വെച്ചുണ്ടാക്കിയ ഗ്ലൈക്കോകാലിക്സ് ആണ് നമ്മുടെ ഔട്ടർമോസ്റ്റ് ലെയറിൽ കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയ ഫൗണ്ട് ഇൻ ഇൻഡസ്റ്റൈൻ കോസിംഗ് വാട്ടർ കണ്ടാമിനേഷൻ അല്ലെ. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന വാട്ടർ കണ്ടാമിനേഷന്റെ ബാക്ടീരിയ ആണ് ഏത്? കോളിഫോം ബാക്ടീരിയ എന്ന് പറയും. ഏതാണ്? കോളിഫോം ബാക്ടീരിയ എന്നാണ് പറയാം. പിന്നെ ടോക്സിൻ കോസിംഗ് ബാക്ടീരിയം ദാറ്റ് സ്പോയിൽസ് ക്രീം, ചീസ്, മിൽക്ക് ആൻഡ് മേക്ക് ദം ബിറ്റർ ആൻഡ് സോർ അല്ലെ. നമുക്കറിയാം നോർമലി നമ്മൾ ഒരു മിൽക്ക് അല്ലെങ്കിൽ ഒരു കേർഡ് അല്ലെങ്കിൽ പോട്ടെ ചീസ് അല്ലെ, ഇതൊക്കെ കേടാവുന്ന സമയത്ത് എങ്ങനെയാണ്? ഒരു ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോർ ടേസ്റ്റ് ആണ് വരിക അല്ലെ. ഒരു ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോർ ടേസ്റ്റ് ആണ് നമ്മൾ നോർമലി കാണാറുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാസിലസ് സെറസ് ആണ്. ഓക്കെ, അത് ഏതാണ്? അത് ബാസിലസ് സെറസ് ആണ്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ബാക്ടീരിയയിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഫ്ലജെല്ലം പഠിച്ചു അല്ലെ. ബാക്ടീരിയയുടെ ഫ്ലജെല്ലം നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ബാക്ടീരിയയുടെ ഫ്ലജെല്ലം അല്ലെ. ഈ ഫ്ലജെല്ലം എന്ന് പറയുന്നത് 3 പാർട്ടാണ്. നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ ബാക്ടീരിയയുടെ ഫ്ലജെല്ലം? അതെന്താണ്? അത് 3 പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കിക്കോ, 3 parts of bacterial flagellum അല്ലെ. ബാക്ടീരിയൽ ഫ്ലജെല്ലത്തിന് 3 parts ആണുള്ളത്. ആ 3 parts ഏതൊക്കെയാന്ന് ചോദിക്കുവാണെങ്കിൽ we have a filament. Okay, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് we have a filament. പിന്നെ ഏതുണ്ട്? ഹൂക്ക് ഉണ്ട്, പിന്നെ ബേസൽ ബോഡി ഉണ്ട്. ഓക്കെ, we have a filament, hook and basal body. ഓക്കെ, അതുപോലെ തന്നെ ടൂത്ത് ഡീക്കേ ഉണ്ടാക്കുന്നത് ഏതാണ്? അത് ബാക്ടീരിയ ആണ് അല്ലെ. ബാക്ടീരിയ ടൂത്ത് ഡീക്കേ ഉണ്ടാക്കും. അതുപോലെ തന്നെ ബാക്ടീരിയ ഒരു ഷേപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സർക്കുലാർ അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാസിലസ് ആണ്. ഓക്കെ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഇസ് ബാസിലസ്. ഇനി ഫെർമെന്റേഷൻ അല്ലെ. ഫെർമെന്റേഷൻ നമുക്കറിയാം. എന്താണ് ഫെർമെന്റേഷന്റെ പ്രത്യേകത? ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽ അണ്ടർ എനേറോബിക് കണ്ടീഷൻ അല്ലെ. എനേറോബിക് കണ്ടീഷനിൽ, അതായത് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ ബയോളജിക്കൽ മാറ്ററിന്റെ ഡീകമ്പോസിഷനെ നമുക്ക് എന്തായിട്ട് പറയാം? ഫെർമെന്റേഷൻ ആയിട്ട് പറയാം അല്ലെ. ഈ അനേറോബിക് റെസ്പിറേഷന്റെ സമയത്ത് ഏത് ഗ്യാസസ് ആണ് ഉണ്ടാവുക? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ മീത്തേൻ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? അനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ ഇല്ലാത്ത ടൈപ്പ് ഡീകമ്പോസിഷൻ സമയത്ത്, ഓക്കെ, റെസ്പിറേഷൻ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു, സോറി. അതായത് ഓക്സിജൻ ഇല്ലാത്ത ഡീകമ്പോസിഷൻ സമയത്ത്, ഓക്കെ, ശ്രദ്ധിക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നൈട്രസ് ഓക്സൈഡും മീത്തേൻ ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഫൗൾ സ്മെൽ ഫ്രം ദ ബോഡി ഇസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയ ഓൺ സ്വെറ്റ് അല്ലെ. നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, നന്നായിട്ട് വിയർക്കുന്ന സമയത്ത് നമുക്കറിയാം
നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും? ഒരു സ്മെല്ലുണ്ടാവും അല്ലെ, ഒരു ഫൗൾ സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലിന് കാരണം എന്താണ്? അത് ബാക്ടീരിയ ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഒരു ഫൗൾ സ്മെൽ ഉണ്ടാവാനുള്ള കാരണം ബാക്ടീരിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. ബാക്ടീരിയക്ക് എന്തുണ്ട്? ഫ്ലജെല്ല ഉണ്ട്. ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഹെയർ പോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഫ്ലജെല്ല എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ലോക്കമോഷന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാക്ടീരിയയിലെ ഹെയർ പോലെ ആരുള്ളത്? ഫ്ലജെല്ല ഉള്ളത്. ഓക്കെ, അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നോക്കിയാൽ നിങ്ങൾ വൈറസ് കാരണം വരുന്ന അസുഖങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബാക്ടീരിയൽ ഡിസീസസ് അല്ലെങ്കിൽ വൈറൽ ഡിസീസസ് ഒക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വൈറൽ ഡിസീസ് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബാക്ടീരിയൽ ഡിസീസ് അല്ലെങ്കിൽ നോട്ട് എ വൈറൽ ഡിസീസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ബാക്ടീരിയയും വൈറസും മാത്രമല്ല, ഇപ്പൊ ഫംഗൈ ആവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോസോവ ആവാം. ഓക്കെ, ഇങ്ങനെ ഏത് വേണേലും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നോർമലി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഏതൊക്കെ ഓർഗാനിസംസ് അല്ലെങ്കിൽ വൈറസ് കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, ഫംഗസ് കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആദ്യം നമുക്ക് വൈറസിന്റെ അസുഖങ്ങളിലോട്ട് പോവാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കറിയാം വൈറസ് കാരണം വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെ. എയ്ഡ്സ്. ഓക്കെ, പിന്നെ ഏതുണ്ട്? വൈറൽ എൻസിഫാലിറ്റിസ് ഉണ്ട് അല്ലെ. വൈറൽ എൻസിഫാലിറ്റിസ് ഉണ്ട്, സിഗ വൈറസ് ഉണ്ട് അല്ലെ. പിന്നെ നോക്കിയേ റാബിസ് അല്ലെ. റാബിസ്, പോളിയോ അല്ലെ, എബോള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ നമുക്ക് എന്തായിട്ടും അറിയുന്നത് നമ്മുടെ ചിക്കൻ പോക്സും സ്മോൾ പോക്സും അല്ലെ. ചിക്കൻ പോക്സ് ആൻഡ് സ്മോൾ പോക്സ്, കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ അല്ലെ. പിന്നെ നോക്കിയേ അടുത്തൊരു കോഡ് വെച്ച് പഠിക്കാം, MDMH അല്ലെ. MDMH എങ്ങനെ പഠിക്കാം? M ഫോർ മംസ് ഉണ്ട് അല്ലെ. മംസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇവിടെ ഇങ്ങനെ വീങ്ങുന്നത് അല്ലെ. ഈ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് വീങ്ങിയിരിക്കും അല്ലെ, കവിളിന്റെ ഈ ഒരു ഭാഗത്ത്. അതാണ് മംസ്. പിന്നെ എന്താ? ഡെങ്കു അല്ലെ. നമുക്കറിയാം പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന നമ്മുടെ മസ്കിറ്റോ വഴി വരുന്ന നമ്മുടെ ഡെങ്കു അല്ലെ. മീസിൽസ്, കുഞ്ഞുങ്ങളിലെ ചിക്കൻ പോക്സ് പോലെ വരുന്നതാണ് ഇത് മീസിൽസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ റുബല്ല. ഓക്കെ, പിന്നെ ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ച? ഒന്ന് എന്നോട് പറഞ്ഞു നോക്കിയേ. MDMH ആണ്, M ഫോർ മംസ്, D ഫോർ ഡെങ്കു, വീണ്ടും M ഫോർ മീസിൽസ് ആൻഡ് H ഫോർ ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. യെസ്, ഇന്ന് നോക്കിയേ ഡെങ്കു, അതുപോലെ തന്നെ സിഗ ഫീവർ, ഇതൊക്കെ മൊസ്കിറ്റോ കാരണമാണ്. നമ്മുടെ എയ്ഡസ് ആൻസ്പിറ്റി മൊസ്കിറ്റോ കാരണമാണ് ഏതൊക്കെ വരുന്നത്? നമ്മുടെ ഡെങ്കു അല്ലെങ്കിൽ സിഗ ഫീവർ ഒക്കെ വരുന്നത്. ഓക്കെ, അതായത് ഈ മൊസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ വൈറസ് ഫീവറിന്റെ അതുപോലെ തന്നെ ഡെങ്കു ഫീവറിന്റെ ഒക്കെ കാരിയർ മൊസ്കിറ്റോ ആണ്. ഓക്കെ, ഏത് മൊസ്കിറ്റോ ആണെന്ന് ചോദിച്ചാൽ എയ്ഡസ് ആൻജിബിറ്റി ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി നോക്കിയേ, അടുത്തത് ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ ഉണ്ടെന്ന് പഠിക്കാം. ഓക്കെ, നോക്കോ. ബാക്ടീരിയയുടെ കേസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ട്യൂബർകുലോസിസ് ഉണ്ട് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് നമ്മുടെ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏതാ ഉള്ളത്? ടെറ്റനസ് ഉണ്ട്. ഓക്കെ, ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് പറയും. ഓക്കെ, പിന്നെ ടൈഫോയിഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഏതാ ഉള്ളത് നോക്കിയേ? കോളറ, പിന്നെ നമ്മുടെ പിമ്പിൾസ്. ഓക്കെ, പ്ലേഗ് അല്ലെ. പ്ലേഗ് നമ്മൾ എവിടെയാ കണ്ട? INC-യുടെ സമയത്ത് കണ്ടല്ലേ. INC-യുടെ സമയത്ത് അല്ലെ, INC-യുടെ ഫസ്റ്റ് കോൺഫറൻസ് മാറ്റിവെച്ചത് അല്ലെ. മാറ്റിവെച്ചത് എന്ത് കാരണമാണ്? പ്ലേഗ് കാരണമാണ് അല്ലെ. അതായത് സ്ഥലം മാറ്റി. യെസ്, നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അൾസർ അല്ലെ. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ഒരു കോഡ് വെച്ച് പഠിക്കാം. SSC ഡിഫറെന്റ് ആണ്. ഓക്കെ, കോഡ് ഇതാണ്. SSC ഡിഫറെന്റ് ആണ്. അതിലെ S എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയേ? ഷിഗ്ലോസിസ്. ഓക്കെ, S എന്തിനു വേണ്ടിയിട്ടാണ്? ഷിഗ്ലോസിസ്. വീണ്ടും S എന്തിനു വേണ്ടിയിട്ടാണ്? സിഫിലിസ് അല്ലെ. പിന്നെ S എന്തിനു വേണ്ടിയിട്ടാണ്? സിഫിലിസ്. പിന്നെ C എന്തിനു വേണ്ടിയിട്ടാണ്? സിട്രസ് കാങ്കർ അല്ലെ. സിട്രസ് കാങ്കർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഡിസീസ് ആണ്. നമ്മുടെ നാരങ്ങയിലൊക്കെ വരുന്ന പ്ലാന്റ് ഡിസീസ് ആണ് ഇത് നമ്മുടെ സിട്രസ് കാങ്കർ എന്ന് പറയുന്നത്. പിന്നെ SSC കിട്ടിയില്ല. അപ്പോ S ഫോർ എന്താണ്? ഷിഗ്ലോസിസ് ആണ്. പിന്നെ S എന്താണ്? സിഫിലിസ് ആണ്. C എന്താണ്? സിട്രസ് കാങ്കർ ആണ്. ഇതുവരെ കിട്ടി. ഇനി ഡിഫറെന്റ് ആണ് അല്ലെ. ഡിഫറെന്റിലെ D എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫ്തീരിയ. ഓക്കെ, A ഫോർ ആന്ത്രാക്സ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ആണല്ലേ. ഡിഫറെന്റ് D മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി ഒന്നും നമ്മൾ എടുക്കണില്ല. ഓക്കെ, പിന്നെ AN അല്ലെ. A ഫോർ ആന്ത്രാക്സും N ഫോർ ന്യൂമോണിയയും. ഓക്കെ, കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? ഷിലോസിസ് പഠിച്ചു, സിഫിലിസ് പഠിച്ചു, സിട്രസ് കാങ്കർ പഠിച്ചു, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, ന്യൂമോണിയ. ഇതൊക്കെ എന്താണ് കോസ് ചെയ്യുന്ന? ബാക്ടീരിയ കാരണം വരുന്ന അസുഖങ്ങളാണ് അല്ലെ. അടുത്ത കോഡ് നോക്കിയേ, LG വാഷിംഗ് മെഷീൻ അല്ലെ. L ഫോർ എന്താണ്? ലെപ്രോസി ഉണ്ട്. G ഫോർ ഗൊണേറിയ ഉണ്ട്. പിന്നെ W ഫോർ
വൂപ്പിംഗ് കഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും അസുഖങ്ങൾ എന്തിലാ വരുന്നത്? ബാക്ടീരിയ വരുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. എന്തായാലും വരുന്ന ഏരിയ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. ഇനി ബാക്ടീരിയസിലെ വേറൊരു കാര്യം കൂടെ പറയാം. സ്ഫിയർ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് കോക്കി, അല്ലെ? കോക്കി ബാക്ടീരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ് ബാസിലസ് അല്ലെങ്കിൽ ബാസിലി എന്ന് പറയും. ഓക്കെ, പിന്നെ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ് സ്പൈറോകെറ്റസ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്, അപ്പോൾ സ്ഫിയർ ഷേപ്ഡ് ബാക്ടീരിയ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആൻഡ് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. ഓക്കെ, യെസ്, അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത നോക്കിയേ. അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രൊട്ടോസോവ കാരണം വരുന്ന അസുഖങ്ങളാണ്. പ്രൊട്ടോസോവ കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. നമുക്ക് മലേറിയ ഉണ്ട്, അല്ലെ? ഫസ്റ്റ് വൺ എന്താണ്? വി ഹാവ് മലേറിയ. നമുക്ക് അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് മലേറിയ എന്ന് പറയുന്നത്. പിന്നെ അമീബിയോസിസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇതിന്റെ കോഡ് എന്താ നോക്കിയേ? മാസ്ക് ആണ്, അല്ലെ? മാസ്ക് ആണ് കോഡ്. M for മലേറിയ, A for അമീബിയോസിസ്, S for സ്ലീപ്പിംഗ് സിക്നസ് ആൻഡ് K for കാലാസർ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. M for എന്താണ്? മലേറിയ, A for അമീബിയാസിസ്, S for സ്ലീപ്പിംഗ് സിക്നസ് ആൻഡ് K for കാലാസർ. ഓക്കെ, ഇനി നോക്കിയേ. കാലാസർ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് കാരണം, അല്ലെ? പ്രോട്ടോസോവ കാരണം വരുന്ന അസുഖമാണ്. അപ്പൊ ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് കാരണം വരുന്ന അസുഖമാണ്. ഏത് പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏത് സ്പീഷ്യസിൽ പെടുന്ന പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലെഷ്മാനിയ. ഓക്കെ, ലെഷ്മാനിയ സ്പീഷ്യസിൽ പെടുന്ന പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? കാലാസർ എന്ന് പറയുന്ന നമ്മുടെ രോഗം ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേരിയാസിസ്. ഓക്കെ, നമ്മുടെ മന്ത്, അല്ലെ? നമുക്ക് കാലിലൊക്കെ വരുന്ന മന്ത്. അപ്പൊ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേരിയാസിസ് കോസ് ചെയ്യുന്നത് വൗച്ചേരിയ വേംസ് ആണ്. ഓക്കെ, അതിനെ സ്പ്രെഡ് ചെയ്യുന്നത് ആരാണ്? മോസ്കിറ്റോ ആണ്. നമുക്കറിയാം, അല്ലെ? മോസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന വൗച്ചേരിയ വേംസ് കോസ് ചെയ്യുന്ന എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫിലേരിയാസിസ്. ഓക്കെ, എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം, അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫംഗസ്, അല്ലെ? ഫംഗസിന്റെ കോഡാണ് നോക്കിക്കോ. CD അറ്റ് ബാർ. ഓക്കെ, അറ്റിന് എഴുതാൻ ഞാൻ പറയാം. ഓക്കെ, ഇവിടെ നോക്കണേ. CD, അല്ലെ? നോക്കിയേ, കാൻഡിഡിയാസിസ്. ഓക്കെ, ഫംഗസ് കാരണം വരുന്ന അസുഖമാണ്. ഇനി D for ഡെർമറ്റിറ്റിസ്, അല്ലെ? അപ്പൊ C for കാൻഡിഡിയാസിസ് ആൻഡ് D for ഡെർമറ്റിറ്റിസ്, അല്ലെ? ഇനി S for സ്കാബിസ്. ഓക്കെ, S for എന്താണ്? സ്കാബീസ് ആണ്. ഇനി O എന്താണ്? O സൈലന്റ് ആണ്, അപ്പൊ അത് വേണ്ട. ഓക്കെ, ഇനി W for വീറ്റ് റസ്റ്റ്, അല്ലെ? വീറ്റ് റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് ഡിസീസ് ആണ്, അല്ലെ? പ്ലാന്റ് ഡിസീസ് ആണ്, പക്ഷെ ഫംഗസ് കാരണം വരുന്ന പ്ലാന്റ് ഡിസീസ് ആണ്. ഓക്കെ, യെസ്. ഇനി നോക്കിയേ, അത്ലറ്റ്സ് ഫുഡ്, അല്ലെ? A for എന്താണ്? അത്ലറ്റ്സ് ഫുഡ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? CD അറ്റിന് പഠിക്കണം, അല്ലെ? ഓക്കെ, അറ്റിലെ A for എന്താണ്? അത്ലറ്റ്സ് ഫുഡ് ആണ്. T for എന്താണ്? നോക്കിയേ, ടീനിയ പെഡിസ് ആണ്, അല്ലെ? ടീനിയ പെഡിസ് ആണ് T എന്ന് പറയുന്നത്. ഇനി അറ്റ് കഴിഞ്ഞു, അല്ലെ? ഇനി ബാർ ആണ്. ബാർ നോക്കിയേ, B for ബാൽനസ്, അല്ലെ? A for ആസ്മ ആൻഡ് R for റിംഗ് വർം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ച ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങള്. ഓക്കെ, നമ്മൾ ഫംഗസ് കാരണം വരുന്ന അസുഖങ്ങളാണ് പഠിച്ചത്. നമ്മുടെ കോഡ് CD at ബാർ ആയിരുന്നു, അല്ലെ? C for കാൻഡിഡിയാസിസ് ആണ്, D for ഡെർമറ്റിറ്റിസ് ആണ്, S for സ്കാബീസ് ആണ്, W for വീറ്റ് റസ്റ്റ് ആണ്, അല്ലെ? O എന്താണ്? സൈലന്റ് ആണ്, അല്ലെ? പിന്നെ ഇനി അറ്റാണ്, അല്ലെ? അറ്റിലെ A എന്താണ്? അത്ലറ്റ്സ് ഫുഡ് ആണ്. T എന്താണ്? ടീനിയ പെഡിസ് ആണ്, അല്ലെ? B for ബാൽനസ്, A for ആസ്മ ആൻഡ് R for റിംഗ് വർം. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഫംഗസ് കാരണം തന്നെ വരുന്ന കുറച്ച് അസുഖങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഫംഗസ് കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, ബാക്ടീരിയ കാരണം വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു, അല്ലെ? പിന്നെ എന്താ പറഞ്ഞ പ്രൊട്ടോസോവ കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിനകത്ത് ഓക്കെ കുറച്ചെണ്ണം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏത് ഓർഗാനിസം ആണ് കോസ് ചെയ്തത്, ഓക്കെ, ഏത് ബോഡി ഏരിയ ആണ് എഫക്ട് ചെയ്യുന്നത്, ഓക്കെ, ഈ കാര്യം കൂടെ നമ്മൾ പഠിക്കാം. ഇനി ഇതിനകത്ത് എല്ലാം പഠിക്കണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാണ്ട് കുറച്ചുകൂടി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഒരുപാട് വാരി വലിച്ച് പഠിക്കാണ്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഫംഗസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കുവാണെങ്കിൽ ആസ്മ അല്ലെങ്കിൽ അസ്പെറിഗുലസിസ്. ഓക്കെ, നോക്കണേ.
ഓക്കെ, ആസ്മ അല്ലെങ്കിൽ അസ്പെറിഗിലോസിസ്. ഓക്കെ, അപ്പൊ ഇത് ഏത് പാത്തജൻ കാരണമാണ് വരുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫംഗൈ കാരണമാണ് വരുന്നത്. ഫംഗയിൽ ആരാ ഇത് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ അസ്പെറിഗില്ലസ് ഫ്യൂമിഗാറ്റസ്. ഓക്കെ, അസ്പെറിഗില്ലസ് ഫ്യൂമിഗാറ്റസ് ആണ് എന്തുണ്ടാക്കുന്നത്? ആസ്മ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആസ്മ എവിടെ എഫക്ട് ചെയ്യുന്നത്? ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ? ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ലങ്സിന്റെ ഫംഗ്ഷനിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു അല്ലെ, അല്ലെങ്കിൽ ലങ്സിന്റെ ഫംഗ്ഷനിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഓക്കെ, അതാണ് ആസ്മയുടെ കേസ്. നമുക്കറിയാം ശ്വാസം എടുക്കാനും അല്ലെ ഇങ്ങനെ വലിക്കും അല്ലെ ആസ്മയുള്ള ആൾക്കാര്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അത്ലറ്റ്സ് ഫുട്ട് അല്ലെ, അത്ലറ്റ്സ് ഫുട്ടിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം ഏത് പാത്തജൻ ആണ്? ടീനിയ പെഡിസ് ആണ്. ഓക്കെ, ഏത് പാത്തജൻ ആണെങ്കിൽ ഏത് ഫംഗൈ ആണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ടീനിയ പെഡിസ് ആണ് കോസ് ചെയ്യുന്നത് അല്ലെ. സ്കിന്നിലാണ് ഈ അസുഖം വരുന്നത്, സ്കിൻ ഡിസീസ് ആണ്. ഓക്കെ, നമ്മുടെ ഫീറ്റ് അല്ലെ, കാലൊക്കെ എന്ത് ചെയ്യും? ക്രാക്ക് ഒക്കെ ആവും. ഓക്കെ, അങ്ങനെ സ്കിന്നിൽ വരുന്ന ഒരു അസുഖമാണ് ഇത് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്കാബീസ് അല്ലെ, സ്കാബീസ് നോക്കി ഏത് ഫംഗൈ കാരണമാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അക്കാരസ് സ്കാബി അല്ലെ. അക്കാരസ് സ്കാബി കാരണമാണ് ഏത് വരുന്നത്? നമ്മുടെ സ്കാബീസ് വരുന്നത്. ഇനി അതിനകത്ത് നോക്കിയാൽ നിങ്ങള് സ്കിൻ ഇച്ചിങ് അല്ലെ, ഇത് എവിടെയാ വരുന്നത്? സ്കിന്നിൽ വരുന്ന അസുഖമാണ്. സ്കിന്നിൽ ഇച്ചിങ് വരും, അല്ലെങ്കിൽ വെള്ള സ്പോട്ടുകൾ വരും അല്ലെ. സ്കിന്നിൽ ഇച്ചിങ് വരും, അതുപോലെ തന്നെ വെള്ള സ്പോട്ടുകൾ, ചൊറിച്ചിലും അതുപോലെ തന്നെ വെള്ള സ്പോട്ടുകളും വരാറുണ്ട്. ഇനി റിംഗ് വേം അല്ലെ, റിംഗ് വേം കോസ് ചെയ്യുന്ന നമ്മുടെ ഫംഗൈ അല്ലെങ്കിൽ പാത്തജന്റെ പേരാണ് നോക്കിയേ, ട്രൈക്കോഫൈറ്റൻ വെരിക്കോസം. ഓക്കെ, ട്രൈക്കോഫൈറ്റൻ വെരിക്കോസം ആണ് കോസ് ചെയ്യുന്ന നമ്മുടെ ഫംഗൈയുടെ പേര്. ഓക്കെ, ഇതും സ്കിന്നിൽ വരുന്ന ഒരു അസുഖമാണ്. സ്കിന്നിൽ എന്ത് കാണും? റെഡ് കളർ സ്പോട്ടുകൾ കാണും. എന്താ കാണുന്നത്? റെഡ് കളർ റൗണ്ട് ആയിട്ട് സ്പോട്ടുകൾ കാണും. ഓക്കെ, കിട്ടിയില്ലേ? നോക്കിയാൽ ബാൾനെസ് അല്ലെ, ബാൾനെസ് നമുക്കറിയാം മുടി കൊഴിച്ചിലാണ് അല്ലെ, മുടി ഇങ്ങനെ നമ്മൾ ഒരു വട്ടത്തിലൊക്കെ മുടി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെ. ബാൾനെസ് നമുക്കറിയാം ഏത് ഫംഗൈ കാരണമാണ്? ടീനിയ ക്യാപിറ്റിറ്റിസ് കാരണമാണ് വരുന്നത്. ഓക്കെ, ടീനിയ ക്യാപിറ്റിസ് കാരണമാണ് ഏത് വരുന്നത്? നമ്മുടെ ബാൾനെസ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ്? ഹെയറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ മുടി അല്ലെ, ഹെയർ ഫോൾ സംഭവിക്കുന്ന ഒരു അസുഖമാണിത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ എവിടെ പഠിക്കണം? ഫംഗസിൽ പഠിക്കണം. ഓക്കെ, ഇനി ഇതല്ലാണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിലോട്ട് പോവുകയാണെങ്കിൽ വൈറൽ ഡിസീസസ് അല്ലെ. വൈറൽ ഡിസീസസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മൾ എയ്ഡ്സ് പഠിച്ചല്ലേടാ. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അല്ലെ. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണ് എയ്ഡ്സ് അല്ലെ. എയ്ഡ്സ് കോസ് ചെയ്യുന്ന പാത്തജൻ അല്ലെങ്കിൽ വൈറസ് ഏതാണ്? HIV വൈറസ് ആണ് അല്ലെ, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ. HIV വൈറസ് എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഈ HIV എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഓക്കെ, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അതെന്താ ചെയ്യുന്നത്? അതാണ് നമുക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള കാരണക്കാരനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്കറിയാം എയ്ഡ്സ് വന്നാൽ ആദ്യം എഫക്റ്റഡ് ആവുന്ന ബോഡി പാർട്ട് ഏതാണ്? നമ്മുടെ WBC ആണ് അല്ലെ. അതുകൊണ്ടാണ് എയ്ഡ്സ് വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വയ്യാതാവുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു പനി വരുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടാവുന്നതും മരണപ്പെടുന്ന അവസ്ഥയൊക്കെ വരുന്നത്. കാരണം നമുക്കറിയാം WBC എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മുടെ ബോഡിയിൽ എന്തൊരു ഫോറിൻ പാർട്ടിക്കിൾസ് കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ വരെ ഒക്കെ ചെയ്താലും ആദ്യം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ്? WBC ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് WBC എഫക്റ്റഡ് ആവുന്ന സമയത്ത് പിന്നെ എന്ത് ഇല്ല, വലിയ രീതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം ബോഡിയിൽ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ എയ്ഡ്സ് വന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നത്? വയ്യാതാവുന്നത്, ചെറിയ ചെറിയ അസുഖങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണം കേട്ടോ. എയ്ഡ്സിന്റെ കേസിലോട്ട് പോവാണെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് അറിയായിരിക്കും, പക്ഷെ ചില സമയത്ത് ഓപ്ഷനിൽ സിംറ്റം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ തെറ്റിപ്പോവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, ഇനി റാബിസ് അല്ലെ. റാബിസ് വരുന്ന ആൾക്കാർക്ക് വരുന്നതാണ് ഹൈഡ്രോഫോബിയ അല്ലെ. ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെള്ളത്തിനോടുള്ള പേടി അല്ലെ. അപ്പൊ റാബിസ് നമുക്കറിയാം. റാബിസ് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? റാബിസ് വൈറസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? ഇപ്പോ പട്ടി അല്ലെ, അതായത് ഡോഗോ അല്ലെങ്കിൽ ബാറ്റോ അല്ലെങ്കിൽ മങ്കിയോ ഇതൊക്കെ എന്ത് ചെയ്യാണ്? നമ്മളെ കടിക്കുന്ന സമയത്ത് അല്ലെ, അങ്ങനെയാണ് റാബിസ് വൈറസ് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, റാബിസ് വൈറസ് എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. റാബിസ് വൈറസ് എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നെർവസ് സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വൈറസ് ഡിസീസ് നോക്കിയേ, ചിക്കൻ പോക്സ് അല്ലെ. ചിക്കൻ പോക്സിന്റെ കേസ് വരുവാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, വാരിസെല്ല വൈറസ്. ഓക്കെ, ചിക്കൻ പോക്സ് ഏതാണ്? വാരിസെല്ല വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. നമുക്കറിയാം ഹോൾ ബോഡി അല്ലെ, നമ്മുടെ ബോഡി ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റഡ് ആവുന്നുണ്ട്. ആര്? നമുക്ക് ചിക്കൻ പോക്സ് വരുന്ന സമയത്ത്. ഓക്കെ, ഇനി സ്മോൾ പോക്സ് അല്ലെ. സ്മോൾ പോക്സ് വരുന്ന സമയത്ത് ഏതാണ് വൈറസ് കോസ് ചെയ്യുന്നത്? വാരിയോള വൈറസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓക്കെ, ചിക്കൻ പോക്സിൽ C ഉണ്ട്, വൈറസിലും C ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചിക്കൻ പോക്സ് വാരിസെല്ല. ഓക്കെ, C. ഓക്കെ, ഇനി സ്മോൾ പോക്സ് ആണെങ്കിലോ വാരിയോള വൈറസ് ആണ്. ഓക്കെ, അങ്ങോട്ട് മാറിപ്പോരുത്.
പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി കോസ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. ഓക്കെ, എവിടെ എഫക്ട് ചെയ്യുക? ലിവറിനെയാണ് എഫക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് നമുക്കറിയാം രണ്ടും ഹോൾ ബോഡി എഫക്ട് ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് ബി ആകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്, ലിവറിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അല്ലെ, കോമൺ കോൾഡ് അല്ലെ, നമുക്കറിയാം കോമൺ കോൾഡ് റിനോ വൈറസ് ആണ് കേട്ടോ കോസ് ചെയ്യുന്നത്. ഓക്കെ, കോമൺ കോൾഡ് റിനോ വൈറസ് ആണ്. പിന്നെ ഡെങ്കു, യെല്ലോ ഫീവർ, ജപ്പാനീസ് എൻസിഫാലിറ്റിസ്, ഓക്കെ, ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കോസ് ചെയ്യുന്ന ഫ്ലവി വൈറസ് ആണ്. ഓക്കെ, ഡെങ്കു, യെല്ലോ ഫീവർ, ജപ്പാനീസ് എൻസിഫാലിറ്റിസ് ഇതൊക്കെ എന്താ കാരണം കോസ് ചെയ്യുന്നത്? ഫ്ലവി വൈറസ് കാരണമാണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറൽ ഡിസീസുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഏതൊക്കെ എഫക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതും കൂടെ നന്നായിട്ട് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മാർക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യരുത്? വെറുതെ കളയരുത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഓക്കെ, ബാക്ടീരിയൽ ഡിസീസസ് ഏതൊക്കെയാ നോക്കാം. ആദ്യം നമുക്ക് ട്യൂബർക്ലോസിസ് ഉണ്ട് അല്ലെ. ഫസ്റ്റ് ആരാ ഉള്ളത്? ട്യൂബർക്ലോസിസ് ഉണ്ട്. ട്യൂബർക്ലോസിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം കിങ് ഓഫ് ഡിസീസസ് അല്ലെ. കിങ് ഓഫ് ഡിസീസസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ട്യൂബർക്ലോസിസ് ആണ് അല്ലെ. പാത്തജൻ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഏതാടാ? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗം കോസ് ചെയ്യുന്നത്. എവിടെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ. എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. പിന്നെ നോക്കിയാൽ അടുത്ത അസുഖം ഏതാ നോക്കിയാൽ ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ അല്ലെ. ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ ഏതാ പാത്തജൻ നോക്കിയേ? ക്ലോസ്ട്രീഡിയം ടെറ്റനി അല്ലെ. ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണ് ഏത് അസുഖം ഉണ്ടാക്കുന്നത്? ടെറ്റനസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്നത്. എവിടെ എഫക്ട് ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ CNS-നെയാണ് എഫക്ട് ചെയ്യുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ആലോചിച്ചേ, വേഗം ആലോചിച്ച്. നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലെ. ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിയേ. ഈ വീഡിയോയിലല്ല, ഒരു 2-3 വീഡിയോ മുന്നേ നമ്മള് CNS പഠിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉണ്ട് CNS ഒന്ന് വേഗം ആലോചിച്ച് കണ്ടുപിടിച്ചേ. നന്നായിട്ട് റിവൈസ് ചെയ്തേ ഇപ്പൊ തന്നെ. ഇനി ടൈഫോയിഡ് അല്ലെ. ടൈഫോയിഡിന്റെ കേസിലോട്ട് പോവാണെങ്കിൽ ഏത് പാത്തജനാ ഉണ്ടാവുന്നത് നോക്കിയാൽ? സാൽമണല്ല ടൈഫി അല്ലെ. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന പാത്തജന്റെ പേരാണ് എന്ത്? സാൽമണല്ല ടൈഫി. എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? ഇന്റസ്റ്റൈനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഇന്റസ്റ്റൈനെ എഫക്ട് ചെയ്യുന്ന അസുഖമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ കോളറ അല്ലെ. കോളറയുടെ കേസ് നോക്കിയടാ. കോളറ നമുക്ക് വരുന്ന പാത്തജന്റെ പേരാണ്, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പാത്തജന്റെ പേരാണ് വിബ്രിയോ കോളറെ അല്ലെ. വിബ്രിയോ കോളറെ ആരാ ഡിസ്കവർ ചെയ്യുന്നത്? റോബർട്ട് കൊച്ചാണ് കേട്ടോ. റോബർട്ട് കൊച്ചാണ് എന്ത് ഡിസ്കവർ ചെയ്യുന്നത്? വിബ്രിയോ കോളറെ ഡിസ്കവർ ചെയ്യുന്നത്. കോളറയും എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഇന്റസ്റ്റൈനെയാണ് കോളറയും എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിഫ്തീരിയ അല്ലെ. ഡിഫ്തീരിയയുടെ കേസ് നോക്കിയടാ. കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ അല്ലെ. ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന പാത്തജന്റെ പേരാണ് എന്ത്? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ. എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലെ. റെസ്പിറേറ്ററി ട്രാക്ട് നമ്മൾ ഓൾറെഡി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എഫക്ട് ചെയ്യുന്ന രോഗമാണ് ഏത്? നമ്മുടെ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. പിന്നെ നോക്കിയാൽ ന്യൂമോണിയ. വളരെ വളരെ നമ്മൾ കേട്ട് പരിചയമുള്ള പേരാണ് ന്യൂമോണിയ. നമുക്കറിയാം ഏത് പാത്തജൻ കാരനാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അല്ലെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കാരനാണ് ന്യൂമോണിയ വരുന്നത്. ഓക്കെ, ഇനി എവിടെ എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ലങ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് എഫക്ട്സ് ദ ലങ്സ്. ഇനി നോക്കിയടാ വൂപ്പിംഗ് കഫ് അല്ലെ. വൂപ്പിംഗ് കഫ് ഏത് പാത്തജൻ കാരണ വരുന്നത് നോക്കിയേ? ബോർഡിറ്റെല്ലെ പെർട്ടുസിസ് അല്ലെ. ബോർഡിറ്റെല്ലെ പെർട്ടുസിസ് കാരണമാണ് നമ്മുടെ വൂപ്പിംഗ് കഫ് വരുന്നത്. പിന്നെ നോക്കിയേ പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിറ്റിസ് ഏത് കാരണമാണ് വരുന്നത് നോക്കിയേ? ഹെലിക്കോബാക്ടർ പൈറോളി കാരണമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസസ്. ഇതിന്റെയൊക്കെ പാത്തജനും അതുപോലെ തന്നെ എഫക്റ്റഡ് ഓർഗനും നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, വിട്ടു പോകരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയത് മാത്രം എടുത്തിട്ട് ഈ പാത്തജനും അതുപോലെ തന്നെ എഫക്റ്റഡ് ഓർഗനും ഒക്കെ പറഞ്ഞത്. എല്ലാം പറയാതിരുന്നതിന്റെ റീസണും അതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആയത് മാത്രമെങ്കിലും നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തതിലോട്ട് പോയാലോ നമുക്ക്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡിസ്കവറീസ് ആണ്. ഓക്കെ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഡിസ്കവേഴ്സും അവരുടെ ഡിസ്കവറിയുമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നമുക്ക് അലക്സാണ്ടർ ഫ്ലമിങ്ങിനെ നോക്കാം. അലക്സാണ്ടർ ഫ്ലമിങ്. ഓക്കെ, അലക്സാണ്ടർ ഫ്ലമിങ് കണ്ടുപിടിച്ചാണ് ഇത് പെനിസിലിൻ അല്ലേടാ. പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലമിങ് ആണ്. പെനിസിലിന്റെ പ്രത്യേകത എന്താടാ? നമുക്കറിയാം ആന്റിബയോട്ടിക് ആണ് അല്ലെ. അതായത് ഒബ്സർവ്ഡ് ദാറ്റ് ദ പ്രസൻസ് ഓഫ് ഗ്രീൻ മോൾഡ് പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ അല്ലെ. ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ പ്രിവെന്റ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി കണ്ടുപിടിച്ചതാണ് ഏത്? പെനിസിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിയാടാ റോബിൻ വാരൻ അല്ലെ. റോബിൻ വാരൻ നമുക്കറിയാം ഹി ഡിസ്കവർഡ് ഹെലിക്കോബാക്ടർ പൈറോളി ബാക്ടീരിയം അല്ലെ. കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഒന്ന് തിരിച്ച് നമ്മുടെ പേജ് ഒന്ന് മറിച്ച് നോക്കാണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഹെലിക്കോബാക്ടർ പൈറോളി ഏത് അസുഖം ഉണ്ടാക്കുന്നത്? ഒന്ന് പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. വേഗം ആവട്ടെ.
പേജ് ഒന്നും മറിക്കാതെ വേണം കേട്ടോ ആലോചിക്കാൻ. ഓക്കെ, ഇനി ജെയിം ഫാരൻ അല്ലെ, ജെയിം ഫാരൻ നോക്കിയേ, കോളറ വാക്സിൻ. ഓക്കെ, കോളറ വാക്സിൻ ആണ്. അപ്പൊ കോളറ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചേ, ബാക്ടീരിയ ആണോ അതേ വൈറസ് ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. കോളറ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി എഡ്വേർഡ് ജെന്നർ അല്ലെ, എഡ്വേർഡ് ജെന്നർ സ്മോൾ പോക്സ്. ഓക്കെ, സെയിം, ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് വേഗം ആലോചിച്ച് നോക്കിയേ. സ്മോൾ പോക്സ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ലിയോൺ കാൽമെറ്റർ ആൻഡ് കെലാമി ഗ്യൂരിൻ. ഓക്കെ, ഇവരാണ് എന്ത് കണ്ടുപിടിച്ചത്, ടി ബി കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ടി ബിയുടെ പാത്തജൻ ഏതാണെന്ന് വേഗം ആലോചിച്ച് നോക്കിയേ. ടി ബിയുടെ പാത്തജൻ. ഓക്കെ, ടി ബിയുടെ പാത്തജൻ ഏതാണെന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, പാത്തജൻ ഓഫ് ടി ബി. ഇനി ജൊണാസ് സാൾക്ക് അല്ലെ, ജൊണാസ് സാൾക്ക് നോക്കിയേ, പോളിയോ വാക്സിൻ. ഓക്കെ, പോളിയോ വാക്സിൻ ആണ്. അപ്പൊ പോളിയോ ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് വേഗം ആലോചിച്ചേ. പോളിയോ ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന് പെട്ടെന്ന് ആലോചിക്കാം. ഇനി അടുത്ത നോക്കിയേ, നോ വാക്സിൻ ഫോർ ഹെപ്പറ്റൈറ്റിസ് സി. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് സിക്ക് എന്തില്ല, വാക്സിൻ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയോ നോക്കുക. ഓക്കെ, കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നേരത്തെ ഉള്ളത് ഒന്നും കൂടെ നോക്കുക. ഓക്കെ, വീണ്ടും ഇതൊന്നും കൂടെ നോക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആ വീഡിയോ പോയി കാണുക. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ റിവൈസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നന്നായിട്ട് ഓർമ്മ കിട്ടുക. ഓക്കെ, അപ്പൊ കണക്ട് ചെയ്ത് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർത്ത് നോക്കിയെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാത്തതിന്റെ റീസണും അതാണ്. ഓക്കെ, നിങ്ങൾ ഓർത്ത് കണ്ടുപിടിച്ചാൽ എന്തുണ്ടാവും, കുറച്ചുകൂടെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, എയ്ഡ്സ് അല്ലെ. എയ്ഡ്സ് നമുക്കറിയാം, എയ്ഡ്സ് ഏത് വൈറസ് കാരണം ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു അല്ലെ, HIV വൈറസ് ആണെന്നൊക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എയ്ഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് അല്ലെ, എയ്ഡ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എലിസ അല്ലെ, അതായത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഓക്കെ, ഫുൾ ഫോം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിക്കുന്നത്, എയ്ഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പഠിക്കുന്നത്. എയ്ഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് എലിസ. ഓക്കെ, എലിസയുടെ ഫുൾ ഫോം ആണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം ടൈഫോയിഡ് ഫീവറിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് വിഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിഡൽ ടെസ്റ്റ് കിട്ടി. ഇനി ഡിസീസസും അവരുടെ വാക്സിനിലോട്ട് പോവുകയാണെങ്കിൽ ഡയേറിയയുടെ വാക്സിൻ ആണ് റോട്ട വൈറസ് വാക്സിൻ. ഓക്കെ, ഡയേറിയയുടെ വാക്സിൻ ആണ് ഏത്, റോട്ട വൈറസ് വാക്സിൻ. ഇനി ട്യൂബർക്ലോസിന്റെ വാക്സിൻ ആണ് ഏത്, BCG അല്ലെ. BCG നമുക്കറിയാം, ബാസിലെ കെലാമിറ്റെ ഗ്യൂരിൻ ആണ് ഏത്, നമ്മുടെ BCG എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി BCG കണ്ടുപിടിച്ച ആൾക്കാരെ നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ഫോം നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിയേ, ഗിവൺ ടു എ ന്യൂ ബോൺ ചൈൽഡ് വിത്തിൻ 48 hours അല്ലെ, 48 hours ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒരു കുഞ്ഞിന് അല്ലെ, ഇപ്പൊ ജനിച്ച കുഞ്ഞിന് നമ്മൾ BCG എടുക്കാറുണ്ട് അല്ലെ. നമ്മുടെയൊക്കെ കയ്യിൽ ഒരു റൗണ്ട് കളറിൽ അല്ലെ, സോറി റൗണ്ട് കളറല്ല, റൗണ്ട് ഷേപ്പിൽ അല്ലെ നമുക്ക് കാണാൻ പറ്റും ഏത്, BCG എടുത്ത പാട്. ഓക്കെ, പക്ഷെ എല്ലാവർക്കും കാണാന്നല്ല പറയുന്നത്, കൂടുതൽ ആളുകളിലും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിഫ്തീരിയെ, പെർട്ടുസിസ്, ടെറ്റനസ് അല്ലെ. പെർട്ടുസിസ് എന്ന് പറഞ്ഞാൽ വൂപ്പിംഗ് കഫ് ആണ്. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയെ, പെർട്ടുസിസ്, ടെറ്റനസ് ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ എന്ന് പറയും. ഓക്കെ, ഏതാണ്, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് നമ്മുടെ DPT വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഈ വാക്സിനുകളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പോണം കേട്ടോ. ഇനി നമ്മുടെ വാട്ടർ ബോൺ ഡിസീസസ് ആണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെള്ളത്തിൽ നിന്ന് വരുന്ന നമ്മുടെ അസുഖങ്ങളെയാണ് അടുത്തത് പഠിക്കുന്നത്. നമുക്കറിയാം കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ നമ്മൾ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ഡിസെൻട്രി ഉണ്ട്, നോക്കിയേ ഗയാഡിയ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്, വെള്ളത്തിൽ നിന്നാണ് വരുന്നത് അല്ലെ, വെള്ളത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഡയറിയ വരുന്ന ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സീരിയസ് കേസിൽ ഡയറിയ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ORS കൊടുക്കും അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് ORS കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ORS എന്ന് പറഞ്ഞാൽ എന്താണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ് ഏത്, ORS. ഓക്കെ, ഡയറിയയുടെ സീരിയസ് കേസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡയറിയ സഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും, ORS കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഗുയിനിയ വേം ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഇവിടെ ലാസ്റ്റ് ആണ്, ശ്രദ്ധിക്കണേ. ഗുയിനിയ വേം ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് ആരാണ് കോസ് ചെയ്യുന്നത് ചോദിച്ചാൽ അതൊരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഗുയിനിയ വേം ഡിസീസ് എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മലേറിയയെ കുറിച്ചാണ്. മലേറിയയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം മലേറിയ ഉണ്ടാവുന്നത് ഡിഫറെന്റ് പ്ലാസ്മോഡിയം കാരണമാണ്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം അല്ലെങ്കിൽ പ്രൊട്ടോസോവ. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ പ്രൊട്ടോസോവ തന്നെയാണ്. ഓക്കെ, ടൈനി പ്രൊട്ടോസോവ ആർ റെസ്പോൺസിബിൾ ഫോർ ഡിഫറെന്റ് മലേറിയ അല്ലെ. അപ്പൊ മലേറിയ ഉണ്ടാക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊട്ടോസോവാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നോർമലി നമ്മളോട് മലേറിയ കോസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ പ്ലാസ്മോഡിയം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ എടുത്ത് നമ്മൾ ആൻസർ പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ,
അപ്പൊ ആദ്യം മലിഗ്നന്റ് മലേറിയ. ഓക്കെ, മലിഗ്നന്റ് മലേറിയ ആണ് കുറച്ചുകൂടി മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള മലേറിയ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്നതാണ് ആര്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഓക്കെ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് നമ്മുടെ മലിഗ്നന്റ് മലേറിയ ഉണ്ടാക്കുന്നത്. ഇനി ഹ്യൂമൻ മലേറിയ ആണെങ്കിലോ പ്ലാസ്മോഡിയം മലേറിയ. ഓക്കെ, പ്ലാസ്മോഡിയം മലേറിയ ആണ് നമ്മുടെ ഹ്യൂമൻ മലേറിയ ഉണ്ടാക്കുന്നത്. ഇനി റിക്കറന്റ് മലേറിയ. ഓക്കെ, റിക്കറന്റ് മലേറിയ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയം വിവാക്സ് ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം വിവാക്സ് കാണുന്നില്ല എന്ന് തോന്നുന്നു, അതുവേണ്ടി എഴുതിയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പ്ലാസ്മോഡിയം വിവാക്സ് ആണ് റിക്കറന്റ് മലേറിയ. ഓക്കെ, അപ്പൊ ജസ്റ്റ് പ്ലാസ്മോഡിയം പഠിച്ചു വെക്കുക, അതിന്റെ കൂടെ തന്നെ ഇതും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നോക്കിയേ, വേൾഡ് മലേറിയ ഡേ എപ്പോഴാണ് ചോദിച്ചാൽ 25th ഏപ്രിലിനാണ് അല്ലെ. 25th ഏപ്രിലിനാണ് വേൾഡ് മലേറിയ ഡേ. ഓക്കെ, അതുപോലെ തന്നെ സ്പ്രെഡ് വിയ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അല്ലെ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ആരാണ്? മൊസ്കിറ്റോ ആണ്. ഏത് മൊസ്കിറ്റോ ആണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്വിനിൻ ഈസ് എ ഡ്രഗ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ അല്ലെ. മലേറിയയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ് ക്വിനിൻ എന്ന് പറയുന്നത്. ഈ ക്വിനിൻ എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ സിൻകോണ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്നാണ് ക്വിനിൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലേറിയ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്ന പോളിയോ ആണ്. പോളിയോയിലോട്ട് വരുന്ന സമയത്ത് പോളിയോ എന്താ കോസ് ചെയ്യുന്നത് ചോദിച്ചാൽ വൈറസ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വൈറസ് ആണ് പോളിയോ കോസ് ചെയ്യുന്നത് അല്ലെ, പോളിയോ വൈറസ്. ഇനി നമ്മൾ പോളിയോ ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, പോളിയോ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് പൾസ് പോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, പൾസ് പോളിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അതുപോലെ തന്നെ WHO ഒഫീഷ്യലി നമ്മൾ പോളിയോ ഫ്രീ ആയി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2014ലാണ്. ഓക്കെ, ഇന്ത്യ പോളിയോ ഫ്രീ ആയി എന്ന് പറഞ്ഞ് WHO ഡിക്ലെയർ ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് 2014ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പോളിയോ ഫ്രീ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളിയോ ഫ്രീ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടു ആണ്. ഓക്കെ, ഇനി നോക്കിയേ, പോളിയോ വാക്സിൻ ഡെവലപ്ഡ് ബൈ ജൊണാസ് സാൽക്ക്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. പോളിയോ വാക്സിൻ ആരാ ഡെവലപ്പ് ചെയ്ത് ചോദിച്ചാൽ അത് ജൊണാസ് സാൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പോകണം. ഇനി ജസ്റ്റ് വാക്സിന്റെ കേസിലോട്ട് പോവാണ് നമ്മൾ. അപ്പൊ അതിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ 8 തൊട്ട് 24 മാസത്തിനകത്ത് കൊടുക്കുന്നതാണ് നമ്മൾ DPT വാക്സിൻ. ഓക്കെ, DPT എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. പോളിയോ വാക്സിൻ, ഓക്കെ, കോളറ വാക്സിൻ, ഇതൊക്കെ നമ്മൾ ഏകദേശം ഈ ഒരു 8 to 24 മന്ത്സിന് ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ 5 to 6 ഇയേഴ്സിന് ഇടയ്ക്ക് കൊടുക്കുന്നതാണ് TD വാക്സിൻ, അതായത് ഡിഫ്തീരിയ അതുപോലെ ടെറ്റനസിന്റെ വാക്സിൻ ആണ് ഏത്? TD വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, TD വാക്സിൻ. ഇനി TAB വാക്സിൻ. ഓക്കെ, TAB വാക്സിൻ എന്തിനാന്ന് ചോദിച്ചാൽ സാൽമണല്ല ടൈഫി, ഓക്കെ, സാൽമണല്ല പാരാടൈഫി എ, സാൽമണല്ല പാരാടൈഫി ബി, അല്ലെങ്കിൽ ടൈഫോയിഡ് പാരാതൈറോയിഡ് വാക്സിൻ. ഓക്കെ, ഇതാണ് ഏത്? നമ്മുടെ TAB വാക്സിൻ എന്ന് പറയുന്നത്. അതായത് ടൈഫോയിഡിന് എഗെയിൻസ്റ്റ് ആയിട്ട്. സാൽമണല്ല എന്ന് പറയുന്നത് ടൈഫോയിഡ് അല്ലേ, സാൽമണല്ല ടൈഫി ആണ് ടൈഫോയിഡ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് TAB വാക്സിൻ. ഓക്കെ, പിന്നെ ഒരു 10 വയസ്സിന് നമ്മൾ ടെറ്റനസും അതുപോലെ തന്നെ TABയുടെ ബൂസ്റ്റർ ഡോസും എടുക്കാറുണ്ട്, 16 വയസ്സിലും എടുക്കാറുണ്ട്. ഓക്കെ, യെസ്, അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്സിൻസ് ആണ് നമ്മൾ യൂഷ്വലി എടുക്കുന്നത്. യെസ്, കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡിസീസസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, ഇവിടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. എത്രത്തോളം നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യുന്നോ എന്നാൽ മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ഓക്കെ, ബയോളജിയുടെ മാത്രം കേസല്ല, GK ഫുൾ, ഓക്കെ, അല്ലെങ്കിൽ സയൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്താലേ ഓർമ്മയുണ്ടാവുള്ളൂ. സോ നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.